നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ആസിർ പെരുമണ്ണ. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം പറയാം. കുറെ ദിവസങ്ങളായിട്ട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്നിപ്പോ ഒരു സാഹചര്യം, ഒരു അനുഭവം എന്റെ മുമ്പിൽ ഉണ്ടായപ്പോൾ ഇത് കാര്യം പറയാന്ന് വിചാരിച്ചു. ഒരു പ്രായമുള്ള ആളിന്റെ വണ്ടിയിൽ ഓട്ടോയിൽ കയറി കോഴിക്കോട് സിറ്റിയിൽ നിന്ന് കോട്ടുളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പാവം കയറി. അയാൾ കുറഞ്ഞ സാധനങ്ങളൊക്കെ, അതായത് കുറഞ്ഞ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അയാൾ കയ്യിലുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കുകയാണ്, എല്ലാ സാധനവും വാങ്ങിയില്ലേ? അപ്പം അദ്ദേഹം പറയാണ്, ഇന്നൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല, ഭയങ്കര വിലയാണ്, വാങ്ങാൻ പറ്റിയിട്ടില്ല, വില അതുകൊണ്ട് വാങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ വിഷമം പറയാണ്, എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്യുക? ഭക്ഷണത്തിന്റെ വില കൂടിയതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന് വിചാരിച്ച പ്രായമുള്ള മനുഷ്യന് ആ സാധനം വാങ്ങാൻ പറ്റില്ല. ഓട്ടോ കൂലി തരാൻ തന്നെ 5 രൂപ അദ്ദേഹത്തിന് കുറവാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. ആ ഒരു അനുഭവം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് മനസ്സിൽ തോന്നിയതിനെ കൊണ്ട് പറയാം. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് പ്രിയപ്പെട്ടവരെ? എന്ത് വിലക്കയറ്റാണ് ഇവിടെ നടക്കുന്നത്? ഒരു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരു 10-800 രൂപ നമുക്ക് കൂലി കിട്ടിയാൽ തന്നെ പിറ്റേന്ന് കടം വാങ്ങാം പിറ്റേ ദിവസത്തേക്ക്. അങ്ങനെ ഓരോ ദിവസവും പാവപ്പെട്ടവൻ കടത്തിലേക്ക് മുങ്ങിക്കൊണ്ട് നിൽക്കാൻ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നെന്നുള്ളത് അധികാരികൾ പറയുന്നില്ല, ഭരണകൂടം പറയുന്നില്ല. എന്തുകൊണ്ടാണ് അത്രയും കടം വരുന്നത് ജനങ്ങൾക്ക്? ഇത്രയും ബാധിത ജനങ്ങളെ മേലിലേക്ക് എന്തുകൊണ്ട് വരുന്നുണ്ട്? അതൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഇന്ന് പ്രയാസങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വില കൂട്ടുന്നത്, ഇങ്ങനെ ടാക്സ് കൂട്ടുന്നത്, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾ ഇങ്ങനെ പ്രശ്നം കൊണ്ടാണ്. ആ ഒരു വർഷം കഴിഞ്ഞാൽ അതൊക്കെ സമാധാനമാവും, തീരും, അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം നിങ്ങൾ പറയാൻ പറ്റില്ല. എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഭരണകൂടമേ, അത്രയും പ്രതിസന്ധിയിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒന്നിനും ഇനി വില കൂടാൻ ബാക്കിയില്ല. എല്ലാത്തിനും വില കൂടി നിറഞ്ഞ് തുളുമ്പി നിൽക്കാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഇതിനാണോ നിങ്ങൾക്ക് വീണ്ടും നമ്മൾ ഭരണത്തിലേക്ക് ഏൽപ്പിക്കുന്നത്? പാവപ്പെട്ടവന്റെ പാർട്ടിയല്ലേ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ? സാധാരണക്കാരന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കാനല്ലേ മനസ്സിലാക്കിയ പാർട്ടിയല്ലത്? എന്നിട്ടും ഈ ഒരു പ്രതിസന്ധി നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ആരും പ്രതികരിക്കുന്നില്ല. എല്ലാവർക്കും ഉണ്ട് ഈ പരാതി. ഏതൊരു പാവപ്പെട്ടവൻ ചോദിച്ചാൽ ജീവിക്കാൻ കഴിയില്ല നാസറ, ജീവിക്കാൻ കഴിയില്ല നാസറ, ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഭയമാണ്. ഇവിടെ രാഷ്ട്രീയക്കാരെ താങ്ങി നടക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവരൊക്കെ സൂചിച്ച് ജീവിക്കാൻ. അവരിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ കൊന്നു കളയോ എന്നൊക്കെ ഭയമാണ്. എനിക്ക് ആ ഭയമൊന്നുമില്ല. ഞങ്ങൾ കൊന്നു കളഞ്ഞാൽ മതി, ഞങ്ങൾ തീർത്ത് കളഞ്ഞാൽ മതി. എന്തെങ്കിലും ഒരു വീഡിയോ, എന്തെങ്കിലും രാഷ്ട്രീയപരമായിരുന്നു പറയുമ്പോൾ ആ വീഡിയോക്ക് പിന്നെ വരെ മെസ്സേജിൽ കൂടെ കോളാണ്. നിന്നെ ഞങ്ങൾ ശരിയാക്കൂട്ടോ, നിനക്ക് പണി തരൂട്ടോ, നിന്റെ കൈയും കാലും പെട്ടുട്ടോ, ഒരു പേടിയില്ലടോ, വെട്ടാൻ വരുന്നോളൂ വന്നോളൂ. ഇനി മരിച്ചതിന് തുല്യം, ശാപത്തിന് തുല്യാണ് ഇപ്പൊ ഇപ്പോഴത്തെ പാവപ്പെട്ടവരൊക്കെ സ്ഥിതി. അറിയോ? ഇങ്ങനെ ജീവിച്ചു പോകുന്നുള്ളൂ. അത്രയും പ്രതിസന്ധിയിലാണ് ഓരോ സാധാരണക്കാരും ഇപ്പൊ ജീവിച്ചു പോകുന്നത്. ഇങ്ങനെ വില കൂറ്റാൻ മതി. എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? എപ്പോഴും പാവപ്പെട്ടവന്, സാധാരണക്കാരന്റെ ഈ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങി ചെല്ലണം. അതാണ് ഭരണകൂടം ചെയ്യേണ്ടത്. ഇത് എവിടെ തൊട്ടാലും പണം, എന്ത് ചെയ്താലും പണം, പണമില്ലാത്തൊരു പ്രശ്നങ്ങളുമില്ല. അതുകൊണ്ട് കൊല്ലാൻ വരുന്നവരോടൊക്കെ പറയാൻ തരോ, ഈ ഭയപ്പെട്ട് നിൽക്കുന്ന പരിപാടി ഞാൻ ഇന്നെ സംബന്ധിച്ചിടത്തോളം ശക്തമായി പ്രതികരിക്കുകയാണ്. ഇങ്ങനെ വില കൂടുന്നതിനെതിരെ ശക്തമായി. ഒന്നിന് മാത്രമല്ല, എന്തിനാ കൂടാത്തത്? മത്തിക്ക് 300 രൂപ ആരായി? മത്തിക്ക് 300 രൂപ ചരിത്രത്തിലുണ്ടോ? കോഴിക്ക് 140 ഉറുപ്പിയാണല്ലോ വയനാട്ടില്. ഇവിടെ കോഴിക്കോട് ഭാഗത്തൊക്കെ 240 ആണോ അല്ലേ? പിന്നെ ഒരു വിഭാഗം ആൾക്കാർ ഇത് മുതലെടുക്കുക. എത്രത്തോളം വില ഈ ഒരു കാരണം പറഞ്ഞ് വില കൂട്ടാൻ പറ്റും, അത് അങ്ങനെയും കൂട്ടുക. ഇതിനൊന്നും ആരും പ്രതികരിക്കുന്നില്ല. ഭയമാണ്. ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് നല്ല ജീവിക്കാത്തതല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അധികാരികളെ, ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളെ വിഷമങ്ങളും മനസ്സിലാക്കി ഞങ്ങൾക്ക് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരങ്ങൾ കണ്ടെത്തണം. അതിനാണ് നിങ്ങളെ ഭരണത്തിലേക്ക് ഏൽപ്പിച്ചത്. ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചിട്ടല്ലേ നിങ്ങൾ ഇന്നും മന്ത്രിയായി കൊടിവെച്ച കാറിൽ ഇങ്ങനെ പറക്കുന്നത്? ഒരുപാട് പ്രയാസങ്ങൾ ഏൽപ്പിച്ച് അനുഭവങ്ങൾ വന്നിട്ടല്ലേ നിങ്ങളൊക്കെ പോണത്. അപ്പൊ ഈ അനുഭവങ്ങൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് നിങ്ങൾ മന്ത്രിസ്ഥാനത്തെത്തുമ്പോൾ ഒരു സാധാരണക്കാരന്റെ പ്രയാസം, ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നവൻ യഥാർത്ഥ മന്ത്രിമാർ. എന്ത് ജീവിതം ഞങ്ങളുടെ ജീവിതം? നിരന്തരം കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു മാറ്റമൊക്കെ വരണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ജനങ്ങളോട് പറയും. എന്താ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാവരും വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യും. കാരണം എന്താ അറിയോ? അങ്ങനെയാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.